മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17/4/1964 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം, മകയിരം 3-ാം പാദം, മകരലഗ്നം. ലഗ്നാധിപൻ ശനി 2-ൽ ഗുളികനോടൊത്ത് നിൽക്കുന്നു, 3-ൽ കുജൻ, 4-ൽ വ്യാഴം, ബുധൻ, സൂര്യൻ, 5-ൽ ശുക്രൻ, 6-ൽ ചന്ദ്രൻ, രാഹു. 7, 8, 9, 10, 11 ഭാവങ്ങൾ ശൂന്യം എന്ന് വച്ചാൽ ഈ രാശികളിലെല്ലാം നിൽക്കേണ്ടുന്ന അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ മറ്റ് രാശികളിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഈ ശൂന്യമെന്ന് പറഞ്ഞാൽ ഈ ഭാവങ്ങളെ കൊണ്ട് അർത്ഥമില്ല എന്നോ ഇവിടെ ഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് ദോഷമാണെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല. അതാദ്യമേ മനസ്സിലാക്കുക. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു സ്ത്രീ ജാതകമാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, സർവഗ്രഹങ്ങളും എന്ന് വെച്ചാൽ പ്രബല ഗ്രഹങ്ങളായിട്ടുള്ള ശനി, കുജൻ, ഗുരു, ബുധൻ, സൂര്യൻ, ശുക്രൻ, ചന്ദ്രൻ എല്ലാം തന്നെ രാഹുവിനും കേതുവിനും മധ്യത്തായി, അതായത് നടുവിലായി നിൽക്കുന്നു. കാളസർപ്പയോഗം തന്നെ പല വിധമുണ്ട്. അതിൽപ്പെട്ട പ്രബലമായിട്ടുള്ള ഒരു കാളസർപ്പയോഗമുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. കാളസർപ്പയോഗം കൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, ലക്ഷ്യം വയ്ക്കുന്ന ഉയർച്ചകൾ അല്ലെങ്കിൽ നന്മകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കാലതാമസം. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിലുപരിയായി, പ്രവർത്തിക്കുന്നതിലുപരിയായി, ചിന്തിക്കുന്നതിലുപരിയായി, എഫേർട്ട് ഇടുന്നതിലുപരിയായി സമയം നീണ്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച് നേരത്തെ കിട്ടുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചത്ര ഫലപ്രാപ്തി കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം കാളസർപ്പയോഗത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാളസർപ്പയോഗങ്ങളുണ്ട്. അതിലേക്ക് വരാം. ഇവിടെ മകരലഗ്നം എന്ന് പറഞ്ഞു. ലഗ്നാധിപൻ മകരത്തെയും കുംഭത്തെയും ഭരിക്കുന്നത് ശനിയാണ്. ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാം. ലഗ്നാധിപനായിട്ടുള്ള ശനി കുംഭത്തിൽ ധനസ്ഥാനത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു. ഇവിടെ ലഗ്നാധിപൻ 2-ൽ കുംഭത്തിൽ നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഗുളികൻ വന്നതോടുകൂടി ശനിയെ ടോക്സിക്കാക്കി. അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ 9ാമത് ദൃഷ്ടിയുമുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുക എന്നതിലുപരിയായിട്ട് ഇവ 3ഉം ചേർന്ന് പരമാവധി ബുദ്ധിമുട്ടുകൾ ലഗ്നം എന്ന് വച്ചാൽ ആ വ്യക്തിക്ക് തന്നെയും, ധനസ്ഥാനം എന്ന് വച്ചാൽ ധനത്തെ കൊണ്ടും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ശനി ഗുളികൻ ഒരു നല്ല കോമ്പിനേഷനേ അല്ല. ഗുളികൻ ഏത് ഗ്രഹത്തോടൊപ്പം നിന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധിക്കണം. 6-ലും 11-ലും ഒക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുമ്പോഴും ഗുളികൻ്റെ ദൃഷ്ടികൾ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-ൽ നിൽക്കുന്ന ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, സഹോദര സ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നു. സഹോദര സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് കുജനാണ്. അപ്പോൾ കുജനെയും ഗുളികൻ പിടിക്കും. ഈ ഗുളികൻ എന്ന് പറയുന്നത് ശനിപുത്രനാണ്, വളരെ ശക്തനുമാണ്. തടസ്സങ്ങൾ വയ്ക്കുന്നതിന്, തർക്കങ്ങൾ വരുത്തുന്നതിന്, വഴക്കുകൾ വരുത്തുന്നതിന്, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിനൊക്കെ പ്രത്യേകിച്ചും ലഗ്നാധിപനോട് ചേർന്ന് നിൽക്കുന്ന, അത് ഏത് ഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ തന്നെയും മോശമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ശശയോഗം കൊടുക്കുന്ന ശനിയുണ്ട്, രുചകയോഗം കൊടുക്കുന്ന കുജനുണ്ട്, ഹംസയോഗം കൊടുക്കുന്ന ശുക്രനുണ്ട്, ശുക്രനല്ല വ്യാഴമുണ്ട്, മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രനുണ്ട്, ഭദ്രയോഗം കൊടുക്കുന്ന ബുധനുണ്ട്. അപ്പോൾ ഈ യോഗങ്ങൾക്കെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ പോലും പ്രസ്തുത ഗ്രഹം, ഈ യോഗകാരകനായി നിൽക്കുന്ന പ്രസ്തുത ഗ്രഹത്തോടൊത്ത് ഗുളികനുണ്ടെങ്കിൽ അതിൻ്റെ ഫലത്തെ കെടുത്തുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ കുറയ്ക്കുക തന്നെ ചെയ്യും. ലഗ്നാൽ 5-ലൊക്കെ ചന്ദ്രനോടൊത്ത് ഗുളികൻ നിന്നു കഴിഞ്ഞാൽ മാനസിക വിഭ്രാന്തി വരെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് ഗുളികൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ലഗ്നാധിപനോടൊത്താണ് നിൽക്കുന്നത്. ശനിപുത്രനാണ്, ശത്രുവിന് തുല്യം തന്നെയാണ്. അതുപോലെ കുജൻ, സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന കുജൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്.
ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാളസർപ്പയോഗം എന്ന് പറഞ്ഞു. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 1, 2, 3, 4, 5, 6 6ലാണ് 7ാം ഭാവാധിപൻ നിൽക്കുന്നത്. 7ാം ഭാവാധിപൻ ചന്ദ്രൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം. മനസ്സിൻ്റെ കാരകൻ, മാതാവിൻ്റെ കാരകൻ, ദേഹസുഖത്തിൻ്റെയൊക്കെ കാരകൻ. വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രൻ ഏതൊരു ഗ്രഹനിലയിലും. അപ്പോൾ ചന്ദ്രനോടൊത്ത് രാഹു, അതല്ല എങ്കിൽ കേതു, അതല്ല എങ്കിൽ ശനി, അതല്ല എങ്കിൽ ഗുളികൻ. ഈ 4 അവസ്ഥകൾ ചന്ദ്രനോടൊത്ത് നിന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, കരുതണം. കാരണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ അറിഞ്ഞോ അറിയാതെയുള്ള സാഹചര്യങ്ങൾ വഴി, ആളുകൾ വഴി, വാക്കുകൾ വഴി, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ വഴി, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചിന്തകൾ വഴി നെഗറ്റീവാക്കി മാറ്റും. സ്വസ്ഥതയെ കെടുത്തും എന്ന് ശുദ്ധ മലയാളം. അസ്വസ്ഥതകളായിരിക്കും മനസ്സ് നിറയെ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ടെൻഷൻസ്, ആങ്സൈറ്റി, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും രോഗസ്ഥാനമാണ് 6, ശത്രുസ്ഥാനമാണ് 6. അപ്പോൾ അവിടെ ചന്ദ്രൻ നിൽക്കുകയും അതിനോടൊത്ത് രാഹു നിൽക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ തന്നെ വേണം. കാരണം ഇവിടേക്കൊന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല. ഇത് എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗുളികൻ തന്നെ ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു, വളരെ മോശമാണ്. അല്ലെങ്കിൽ രാഹു നിൽക്കുന്നു, വളരെ മോശമാണ്. അവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ സാധ്യത തന്നെയാണ്. പ്രസ്തുത സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള, പ്രസ്തുത ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ്സിനെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ കയറി നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തെ പോസിറ്റീവാക്കി മാറ്റുന്ന പ്രവൃത്തിയല്ല വ്യാഴം ചെയ്യുക. നെഗറ്റീവായൊരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും വഴി ഒരു അനുനയ നീക്കം വ്യാഴം നടത്തുകയും അതുവഴി ആ വ്യക്തിക്ക് ഗുണാനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് വ്യാഴത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1, 2, 3, 4, 5 5ൽ ശുക്രൻ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ രാഹുവിൻ്റെ 12ാം ദൃഷ്ടി ശുക്രനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും കരുതുക തന്നെ വേണം. രാഹുവിനെ വളരെ കരുതണം. ഇല്യൂഷൻസാണ് രാഹു. പകലിനെ രാത്രിയാക്കാനും രാത്രിയെ പകലാക്കാനും ശേഷിയുള്ള ഛായാഗ്രഹം. അപ്പോൾ സന്താന സ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി, പ്രത്യേകിച്ചും ചന്ദ്രനോടൊത്ത്, മനസ്സിൻ്റെ കാരകനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന രാഹു സന്താന സ്ഥാനത്തേക്ക്, മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 5ലേക്ക് മനസ്സ് അസ്വസ്ഥപ്പെടുത്തും. സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ അനുഭവങ്ങൾ അടിക്കടിയോ ഇടവിട്ടോ അല്ലാതെയോ സ്ഥിരമായോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനെയും കരുതുക തന്നെ വേണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 2ൽ ഗുളികനും ശനിയും നിൽക്കുമ്പോൾ മൂർച്ചയേറിയ വാക്കുകൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ശക്തമായിട്ടുള്ള, പരുഷമായിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ 4, 7, 8 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. കുജൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നത് വളരെ നല്ലതാകുമ്പോഴും രാഹു നിൽക്കുന്നിടത്തേക്ക് വരുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. കുജൻ നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നതും നല്ലതല്ല. നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ ലഗ്നാൽ 4ൽ വ്യാഴം, ബുധൻ, സൂര്യൻ. പൊതുവെ വലിയ തെറ്റില്ലാത്ത ഒരു പൊസിഷനിലാണ് ഈ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും സൂര്യൻ മേടത്തിൽ നിൽക്കുന്നു, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടി, സൂര്യൻ നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെ ദൃഷ്ടി ഒരു രീതിയിലും ഒരു പൊസിഷനിലും വരുന്നത് ഒട്ടും നല്ലതല്ല. ഇത്തരം ആളുകൾ പ്രത്യേകിച്ചും ശനിദശ പോലെയുള്ള, ശനിയുടെ അപഹാരങ്ങൾ പോലെയുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി മേടത്തിലെത്തുമ്പോൾ അത് നീചദൃഷ്ടിയായി മാറും. അത് പരമശത്രുവായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ അപഹാരം വരുന്ന സമയത്ത്, ബുധൻ്റെ അപഹാരം വരുന്ന സമയത്തെല്ലാം തന്നെ ഒരല്പം ശ്രദ്ധയോടെ തന്നെ ഇത്തരം ആളുകൾ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളിൽപ്പെടാതെ, വലിയ തെറ്റുകുറ്റങ്ങളിൽപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോഴും ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും, ഇന്ന് നടക്കേണ്ടുന്ന ഒരു കാര്യം 10 ദിവസം കഴിഞ്ഞ് നടക്കുക, വളരെ കരുതലോടെ പ്ലാൻ ചെയ്യുന്ന, ഗുണം വരുമെന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യത്തിന് അകാരണമായി തടസ്സങ്ങൾ വരിക പോലെയുള്ള അനുഭവങ്ങളെല്ലാം തന്നെ രാഹു കേതുക്കൾ കാളസർപ്പയോഗം വഴി
സംഭാവന ചെയ്യും. ഒരുപാട് ആളുകൾ കാളസർപ്പയോഗം എന്ന പേരിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ അനുഭവങ്ങളും എടുത്ത് നോക്കുന്ന സമയത്തും എല്ലാവർക്കും കാണുന്ന പ്രധാന റീസൺ എന്ന് പറയുന്നത് ഡിലേയ്സ് ആണ്, താമസം. അത് വിവാഹമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ധനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, ഡിലേയ്സ് അകാരണമായി താമസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാളസർപ്പയോഗം വഴി കൃത്യമായി തന്നെ ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കുജദശയിലാണ് ജനനം. മകീര്യമാണ് നക്ഷത്രം. 66 വരെ ചൊവ്വ, അതായത് കുജൻ. ശേഷം 84 വരെ രാഹു. ശേഷം 2000 വരെ ഗുരുദശ അഥവാ വ്യാഴം. അതിനുശേഷം ശനി 2019 വരെ. അതിനുശേഷം ബുധൻ 2036 വരെ. ശേഷം കേതു 2043 വരെ. അതിനുശേഷം ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ രവിയാണ്. 27/7/2025 തൊട്ട് 2/6/2026 വരെ. നേരത്തെ പറഞ്ഞു, സൂര്യൻ നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ അത് നീചദൃഷ്ടിയായി മാറും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, തർക്കങ്ങൾക്ക്, അകൽച്ചകൾക്ക്, വഴക്കുകൾക്ക്, വാക്ക് സംബന്ധമായിട്ടുള്ള രൂക്ഷമായ പ്രയോഗങ്ങൾക്കൊക്കെ ഇടവരുത്താവുന്ന സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, കൃത്യമായ പരിഹാരങ്ങൾ എടുത്ത് തന്നെ പോകേണ്ടുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. ബുധനിൽ രവി, ബുധൻ നിൽക്കുന്നത് വ്യാഴത്തോടൊത്ത് സൂര്യനോടൊത്ത്, അവിടേക്കാണ് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ, രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി വരുന്നത്. അപ്പോൾ ബുധദശ നടക്കുന്നു, അതിൽ സൂര്യൻ്റെ അപഹാരം നടക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക വഴി മനസ്സിന് ആശ്വാസം ലഭിക്കുകയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരല്പം 50 ദിവസം വൈകുക എന്ന് പറഞ്ഞത് പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോവുക വഴി അതൊരു 30 ദിവസത്തേക്ക് കുറയ്ക്കാൻ പറ്റും. അത്രമാത്രമാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന, അല്പം ഒന്ന് മയപ്പെട്ടും സാഹചര്യങ്ങൾക്ക് ഒതുങ്ങിയും മുന്നോട്ട് പോകേണ്ടുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.